അല്ല ചേച്ചി, എൻ്റെ അനിയത്തി തന്നെയാ. അതുകൊണ്ടാ അവളുടെ അച്ഛൻ അവളെ ഇഷ്ടമല്ലാതിരുന്നത്. അവളുടെ അമ്മ അവളോട് പറഞ്ഞിരുന്നത്രേ സ്വന്തം അച്ഛനാരെന്ന്. അങ്ങനെ അന്വേഷിച്ചു വന്ന് അവൾ കണ്ടെത്തിയതാ. അന്ന് ആ രാമകൃഷ്ണനുമായുള്ള കല്യാണത്തലേന്ന് അവൾ ഒളിച്ചോടിയതല്ല, എന്നെ കാണാൻ വന്നതായിരുന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞു. സത്യാണെന്ന് എനിക്കും മനസ്സിലായി. പിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു. നീ ഇപ്പം ഈ ഒരു അവസ്ഥയിലല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്റെ കരണടിച്ചു പുകയ്ക്കുമായിരുന്നു. അവൾക്ക് 5 വയസ്സാവുന്നതിന് മുൻപ് മരിച്ചുപോയ അവളുടെ അമ്മ എപ്പോഴാടാ അവളോട് നിന്റെ അച്ഛനാണ് അവളുടെ അച്ഛനെന്ന് പറഞ്ഞത്? ഏ അവൾക്ക് 5 വയസ്സാവുന്നതിന് മുൻപ് അവളുടെ അമ്മ മരിച്ചുപോയോ? അത് അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ. ചിലപ്പോൾ അച്ഛൻ ആരെന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷമായിരിക്കും മരിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ആവാനേ വഴിയുള്ളൂ. ദേ, നിന്റെ വയ്യായികയൊന്നും ഞാൻ നോക്കില്ല. ഒന്നങ്ങോട്ട് തരും ഞാൻ. സത്യം പറ, അവൾ എങ്ങനെ ഇവിടെ എത്തി? അവളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഭർത്താവ് ആരാ? രവിക്ക് പറയാതെ നിവർത്തിയില്ലെന്നായി. അത് അത് അന്ന് അവൾ ആ എഗ്രിമെൻ്റ് സൈൻ ചെയ്യാതെ അതിനെ എതിർത്തല്ലോ. സ്റ്റാഫിന് മുന്നിൽ വെച്ച് അപമാനിച്ചു എന്ന് പറഞ്ഞ് അവളുടെ ആ ഇളയമയ്ക്ക് പണം കൊടുത്ത് അവളെ തിരിച്ചു അപമാനിക്കണമെന്നേ സാറ് വിചാരിച്ചുള്ളൂ. നീ തെളിച്ചു പറയ്, പണം കൊടുത്ത്? അത് ചേച്ചി, അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി സാറ് കെട്ടിയതാ. എന്താ രവി നീ പറയുന്നത്? ദീപ ഞെട്ടലോടെ ചോദിച്ചു. 2 ദിവസം അവളെ ഇവിടെ പൂട്ടിയിട്ടു. ഇത്രയ്ക്ക് നീചനായിരുന്നോ ദേവൻ? ഒരു പെണ്ണിൻ്റെ മാനം കളഞ്ഞാണോ പകരം ചോദിക്കുന്നത്? ഇല്ല ചേച്ചി, സാർ അവളോട് മോശമായി ഒന്നും ചെയ്തില്ല. അവളുടെ കല്യാണം കഴിഞ്ഞതാണെന്ന് എല്ലാവരും ഒന്ന് അറിയിച്ചു കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാന്നായിരുന്നു തീരുമാനം. പൂട്ടിയിട്ടു. കുറേ വഴക്ക് പറഞ്ഞു. പട്ടിണിക്കിട്ടു. പാവം. നീ ഉണ്ടായിരുന്നില്ലേ കൂടെ? നിനക്ക് തടയായിരുന്നില്ലേ? സാർ അന്നേരം നോർമൽ അവസ്ഥയിലായിരുന്നില്ല. പിന്നീട് അവളെ ഓഫീസിൽ കൊണ്ടുപോയി വിടാൻ പറഞ്ഞു. അവളുടെ മുന്നിൽ തോറ്റിട്ടില്ലെന്ന് കാണിക്കാൻ. അവിടുന്ന് അവളോട് വീട്ടിൽ പോയിക്കോളാനും പറഞ്ഞതാ. പക്ഷേ അന്ന് അവൾ അവിടുന്ന് ഉച്ചയ്ക്ക് ഇറങ്ങിപ്പോയത് മരിക്കാൻ ഉറച്ചായിരുന്നു. ക്യാബിനുള്ളിൽ നിന്ന് അവളുടെ എഴുത്ത് കിട്ടി. രവിയുടെ വെളിപ്പെടുത്തലിൽ ദീപ ഞെട്ടിത്തരിച്ചിരുന്നു. കുറേ അന്വേഷിച്ചു. ഒടുവിൽ അവളുടെ ഇളയമയെ വിളിച്ചപ്പോഴാ അവൾ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. ആക്സിഡൻ്റ് ആയെന്നറിയായിരുന്നു. എന്നാലും എത്രത്തോളം പറ്റിയിട്ടുണ്ടെന്ന് അറിയണമെന്ന് വിചാരിച്ചാ അവിടേക്ക് പോയത്. അവളുടെ അവിടുത്തെ അവസ്ഥ ദയനീയമായിരുന്നു ചേച്ചി. ആ സ്ത്രീ അവളെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ കൊണ്ടുവരാതിരിക്കാൻ സാറിന് കഴിഞ്ഞില്ല. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അവളുടെ ദേഷ്യം മുഴുവൻ സാറിനോട് തീർത്തോണ്ടിരുന്നു. രണ്ടാളും ഒട്ടും വിട്ടുകൊടുക്കാതെ. ഓഫീസിൽ കാണുന്ന ആ പാവം പെണ്ണൊന്നല്ല അവള്. മറ്റാരുടെ മുന്നിൽ വായ തുറന്നില്ലെങ്കിലും സാറിൻ്റെ വായ അടപ്പിക്കും അവൾ. ഇപ്പോൾ രണ്ടാളും ഒന്നൊതുങ്ങിയിട്ടുണ്ട്. അവളുടെ മുന്നിൽ തോറ്റുകൊടുക്കാൻ സാറിനിപ്പോൾ ഒരു മടിയില്ല. എപ്പോഴും മുറിക്കുള്ളിൽ അടച്ചൊതുങ്ങിക്കൂടി ഇരുന്നിരുന്ന ആള് കളിയും ചിരിയും ബഹളവും ഒക്കെയായി സന്തോഷത്തിലാ. അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാ. ആരാ ഗൗരി? സാറിനോട് ആരും ചോദിക്കില്ല. സാറിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ കഴുത്തിൽ കിടക്കുന്ന താലിയും നെറുകയിലെ സിന്ദൂരം കണ്ട ആരായാലും ചോദിക്കുമല്ലോ, ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഭർത്താവിൻ്റെ വീട് എവിടെ? ഉത്തരം പറയാൻ കഴിയില്ല. ഒരു തവണയെങ്കിലും എൻ്റെ ഭാര്യയാണ് നീയെന്ന് സാർ അവളോട് പറഞ്ഞിട്ടില്ല. പകരം പല തവണ ഭാര്യയല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയില്ല. മഹേന്ദ്രത്തിലൊരു പെണ്ണ് താമസിക്കുന്നുണ്ടെന്ന് ഭരതൻ സാറോ ഹേമ മേഡോ അറിഞ്ഞാൽ തീർന്നു. ഗൗരി എന്ന അധ്യായം. കൈവശം വന്നു ചേരുമെന്ന് മോഹിച്ചിരിക്കുന്ന വസ്തുക്കളെല്ലാം അനുഭവിക്കാൻ മറ്റൊരവകാശി കൂടി ഉണ്ടെന്നറിഞ്ഞാൽ അവർ വെറുതെ വിടുമോ? ഹേമയുടെ കാര്യം ഗൗരിക്കറിയോ? ഏയ് ഇല്ല. എങ്കിൽ പിന്നെ ഈ വിഡ്ഢിവേഷം കെട്ടി അവൾ ഇവിടെ നിൽക്കുമോ? പാവം, സാറിൻ്റെ ഭാര്യ എന്ന വിചാരം. അവർ തമ്മിൽ എങ്ങനെയാ? സ്നേഹത്തിലാണോ? സ്നേഹം എന്ന് പറയുമ്പോൾ വഴക്കൊന്നുമില്ല. ദീപ അപ്പോൾ ക്യാബിനുള്ളിൽ അനുവാദം ചോദിക്കാതെ കയറി ചെന്നപ്പോൾ ദേവൻ ഗൗരിയുടെ കണ്ണുനീർ തുടച്ചു കൊടുക്കുന്നത് ഓർത്തു. അവളുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. ഞാൻ പോട്ടെ. ദേവൻ കഴിക്കാൻ വരുമ്പോഴേക്കും പോണം. സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാ ഓഫീസിൽ പോകാതിരുന്നത്. മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്നതാണെന്ന് പറഞ്ഞാൽ മതി ചേച്ചി. സാർ എങ്ങനെയെങ്കിലും അറിയും. ഞാനിതെല്ലാം പറഞ്ഞുവെന്ന് സാറിനോട് പറയരുത്. എങ്കിൽ പിന്നെ സാർ എന്നെ കൊന്നുകളയും. ഞാൻ അറിഞ്ഞെന്ന് നീയും പറയണ്ട, ഗൗരിയോടും പറയണ്ട. ഈ ഒളിച്ചുകളി എത്ര വരെ പോവുമെന്നറിയാലോ. ദീപ മനസ്സിലോർത്തു. ഞാൻ രാമേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്ന് ദീപ പുറത്തേക്ക് പോയി. അഞ്ജലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ റിസോർട്ടിൻ്റെ ഫയൽ എഗ്രിമെൻ്റ് ചെയ്യാൻ സാങ്ഷനായത് കണ്ട് വിചാരിച്ചു, ഇത് അന്ന് ഞാൻ കവറിൽ നിന്ന് മാറ്റിയ പേപ്പേഴ്സാണല്ലോ. ഇതെങ്ങനെ കസ്റ്റമർ സൈൻ ചെയ്ത് എഗ്രിമെൻറ്റിന് വന്നു? ഫയൽ മാറിപ്പോയി എന്ന് പറഞ്ഞ് ആ കസ്റ്റമർ ഇഷ്യൂ ഉണ്ടാക്കിയതല്ലേ. സൈൻ ചെയ്ത ഡേറ്റും അന്ന് ഇഷ്യൂ ഉണ്ടായ ഡേറ്റും സെയിമാ.
ഇതെങ്ങനെ? രാജീവിനോട് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞ് അഞ്ജലി എഴുന്നേറ്റ് രാജീവിൻ്റെ ക്യാബിനിലേക്ക് ചെന്നു. രാജീവ്, ഇത് എന്തെങ്കിലും മിസ്റ്റേക്കാണോ? ഇതന്ന് ഇഷ്യൂ ഉണ്ടായി ക്യാൻസലായി പോയ ഡീലല്ലേ? ഇതെങ്ങനെ പിന്നെയും വന്നു? മിസ്റ്റേക്കൊന്നല്ല മാഡം, കസ്റ്റമർ സൈൻ ചെയ്തത് തന്നെയാ. ഓഫീസിലുള്ളവരുടെ ഒരു ഫ്രോഡ് പണിയാണെന്ന് കസ്റ്റമറെ കൺവിൻസ് ചെയ്യിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ആ വർക്ക് നമുക്ക് തന്നെ കിട്ടി. അഞ്ജലിയുടെ മുഖം വിളറി വെളുത്തു. അപ്പോൾ അതെല്ലാം ഗൗരി മനഃപൂർവ്വം ചെയ്തതായിരുന്നല്ലേ? ആ, ആര് ചെയ്തു എന്നെല്ലാം ദേവൻ സാറിനെ അറിയൂ. സാറാ ക്യാമറ ചെക്ക് ചെയ്തത്. എന്നോട് പറഞ്ഞു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ പോവാമെന്ന്. വിഷ്വൽ സഹിതം സാർ പ്രൂവ് ചെയ്തപ്പോൾ ക്ലയൻറ്റിന് മനസ്സിലായി. അത് കേട്ട് അഞ്ജലി ഇരുന്ന് വിയർക്കുന്നത് കണ്ടപ്പോൾ രാജീവ് ചോദിച്ചു, എന്തുപറ്റി മാഡം, വിയർക്കുന്നല്ലോ? AC-യുടെ തണുപ്പ് പോരുന്നുണ്ടോ? ഏയ് ഇല്ല. 2 പേപ്പർ മിസ്സായ കാര്യം കൂടി സാറ് പറഞ്ഞിരുന്നു. സാറ് ഹോസ്പിറ്റലിൽ ബിസി ആയിരുന്നല്ലോ. അതുകൊണ്ട് ആ ക്ലയൻറ്റിൻ്റെ അടുത്ത് പോയത് ഞാനാ. അവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. മാഡത്തിന് ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? എങ്കിൽ സാർ അയച്ചു തന്ന വിഷ്വൽസ് എൻ്റെ ഫോണിലുണ്ട്. അത് കാണിക്കാം. അപ്പോൾ ക്ലിയർ ആവും. ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എങ്കിൽ ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് അഞ്ജലി അവിടുന്ന് എഴുന്നേറ്റു. എന്ന് പറഞ്ഞ് രാജീവ് തലയാട്ടി. അഞ്ജലി പോകാൻ തുടങ്ങിയപ്പോൾ രാജീവ് പറഞ്ഞു, പിന്നെ മാഡം, ഓഫീസിൽ എല്ലാവരോടൊന്ന് ശ്രദ്ധിക്കാൻ പറയുന്നത് നല്ലതായിരിക്കും. ഈ സംഭവത്തിന് ശേഷം ഓഫീസ് വർക്ക് കഴിഞ്ഞാൽ ഫുൾ ക്യാമറയും ചെക്ക് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ വീട്ടിൽ പോകുന്നത്. കമ്പനിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പോയില്ലേ? അവൾ അവിടുന്ന് വേഗം പോന്ന് തലയ്ക്ക് കൈ കൊടുത്തിരുന്ന് ചിന്തിച്ചു. അപ്പോൾ ദേവൻ അറിഞ്ഞോ ഞാനാണ് അതെല്ലാം ചെയ്തതെന്ന്? എന്നിട്ടും എന്തുകൊണ്ടാണ് എന്നോടൊന്നും ചോദിക്കാത്തത്? ഇനി എങ്ങനെ ഞാൻ ദേവനെ ഫേസ് ചെയ്യുക? അതെല്ലാം ചെയ്തത് ഞാനാണെന്ന് ഗൗരി അറിഞ്ഞിട്ടുണ്ടാവുമോ? നാണക്കേട്. അവളെ നാണം കെടുത്തി ഓടിക്കണമെന്ന് വിചാരിച്ചിട്ട് അത് എനിക്ക് തന്നെ പണിയായല്ലോ. മാഹേന്ദ്രത്തിൽ ദീപ രാമേട്ടനെ സഹായിച്ച് കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല കൈപ്പുണ്യ ഗൗരി മോൾക്ക്. എന്തുണ്ടാക്കിയാലും നല്ല രുചിയാ. പാചകത്തിൽ മാത്രമല്ല, വീടിന് തന്നെ നല്ല മാറ്റം വന്നു. നല്ല അടുക്കും ചിട്ടയും. മുമ്പ് മോൾ ഇവിടെ താമസിച്ചിരുന്നപ്പോഴാ 2 നേരം വിളക്ക് തെളിച്ചിരുന്നത്. ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല. കാലിലെയും കയ്യിലെയും മുറിവുകളൊക്കെ ഉണങ്ങി തുടങ്ങിയപ്പോൾ സ്വയം പൂജാമുറിയിൽ കയറി വിളക്ക് തെളിയിക്കാൻ തുടങ്ങി. ആ അഞ്ജലി വന്നപ്പോൾ ആ കൊച്ചിൻ്റെ കണ്ണിൽ പെടുകയും ചെയ്തു. പാവം. ആരെന്ത് പറഞ്ഞാലും സഹിക്കുക തന്നെ. എത്ര നാൾ ഈ ഒളിച്ചുകളി നടത്തും രാമേട്ടാ? എന്നെങ്കിലും എല്ലാവരും അറിഞ്ഞല്ലേ പറ്റൂ. എത്രയും വേഗമായാൽ അത്രയും നല്ലത്. എല്ലാം കലങ്ങിത്തെളിഞ്ഞ് അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം. മോള് കുഞ്ഞു വന്നല്ലേ പോകുന്നുള്ളൂ? അതോ ഇപ്പം തന്നെ കഴിക്കാൻ എടുക്കട്ടെ? വേണ്ട, ദേവൻ വരട്ടെ. വരാറായല്ലോ. ഇനി കണ്ടിട്ടേ പോകുന്നുള്ളൂ. ദീപ കിച്ചണിൽ നിന്ന് പോന്ന് ഗൗരിയുടെ റൂമിൽ കയറി നോക്കി. ദേവൻ അവൾക്കായി ഒരുക്കി നൽകിയ സൗകര്യങ്ങൾ കണ്ട് ദീപയുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. അവൾ ഓഫീസിലെ ആ രംഗം ഒന്നുകൂടി ഓർത്തു. അറിയാതെ അവൾക്ക് ചിരി വന്നു. രണ്ടും കൂടി പറ്റിക്കുക. രവിയുടെ റൂമിൽ നിന്ന് ദേവന്റെ ശബ്ദം കേട്ട് ദീപ പതിയെ പുറത്തേക്കിറങ്ങി. രവിയോട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങാൻ തുടങ്ങിയ ദേവൻ മുന്നിൽ ദീപയെ കണ്ട് ഒന്ന് പരിഭ്രമിച്ചു. ഏട്ടത്തി എപ്പോൾ വന്നു? കുറച്ചു നേരമായി. സ്കൂളിൽ നിന്ന് നേരെ ഇവിടേക്ക് വന്നു, രവിയെ കാണാൻ. ദേവൻ സംശയത്തോടെ രവിയെ നോക്കി. അവൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് തലയാട്ടി കാണിച്ചു. കുഞ്ഞേ, കഴിച്ചിട്ട് സംസാരിക്കാം. എടുത്തു വയ്ക്കട്ടെ? വരാ രാമേട്ടാ, എടുത്തു വച്ചേക്ക് എന്ന് പറഞ്ഞ് രവിയെ നോക്കി. എടാ, നീ കഴിച്ചതല്ലേ? ഞാൻ കഴിച്ചിട്ട് വരാം. വരൂ ഏട്ടത്തി, ദീപയോട് പറഞ്ഞു. റൂമിൽ നിന്ന് അവർ പുറത്തേക്കിറങ്ങി. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദീപ പറഞ്ഞു, ഗൗരി ഇവിടെയാണെന്ന് 2 ആളും മറച്ചു വെച്ചു. അത് ഏട്ടത്തി, അങ്ങനെ ഒരു റിലേഷൻ പുറത്തറിഞ്ഞാൽ. അത് കേട്ട് സുഭാഷ് പറഞ്ഞു, അതിനെന്താന്നേ? ഗൗരി രവി സാറിൻ്റെ അനിയത്തിയാണെന്ന് എല്ലാവരും അറിയുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ ആദ്യം കരുതിയത് ദേവൻ സാറിൻ്റെ വൈഫായിരിക്കുമെന്നാ. ദേവന് ദീപയുടെ മുന്നിൽ വെച്ച് പെട്ടെന്നത് കേട്ട് ഭക്ഷണം ഇടത്തൊണ്ടയിൽ കയറി ചുമയ്ക്കാൻ തുടങ്ങി. ദീപ വേഗം എഴുന്നേറ്റ് നെറുകയിൽ തട്ടിക്കൊടുത്തു. ചുമ ഒന്ന് ശമിച്ചപ്പോൾ വെള്ളമെടുത്ത് കുടിക്കാൻ കൊടുത്ത് ചോദിച്ചു, എന്തുപറ്റി ദേവാ? അവൻ ഒന്നുകൂടി ചുമച്ചിട്ട് പറഞ്ഞു, ഏയ് ഒന്നുമില്ല ഏടത്തി. കഴിച്ചു കഴിഞ്ഞ് ഓഫീസിലേക്ക് പോകുന്ന വഴി ദീപയെ അവളുടെ വീട്ടിലിറക്കി വിട്ടു. ദേവനെ ഫേസ് ചെയ്യാൻ അഞ്ജലിക്ക് വല്ലാതെ മടി തോന്നി. ദേവൻ അഞ്ജലിയെ മൈൻഡ് പോലും ചെയ്യാതെ ക്യാബിനിലേക്ക് പോയി. വൈകുന്നേരം ഓഫീസിൽ നിന്ന് തിരികെ മഹേന്ദ്രത്തിൻ്റെ മുറ്റത്ത് കാർ നിർത്തി ദേവൻ കാറിൽ നിന്ന് ഒരു ബോക്സ് കയ്യിലെടുത്ത് അതിലേക്ക് നോക്കി ചിരിച്ചു. എന്നിട്ട് കാറിൽ നിന്ന് പുറത്തിറങ്ങി ആ ബോക്സ് പോക്കറ്റിലിട്ട് അകത്തേക്ക് കയറിപ്പോയി.